വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കേക്ക് വ്ളോഗായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു, ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാതിരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് കുറച്ച് കസ്റ്റമൈസ്ഡ് കേക്ക്സും അതുപോലെ തന്നെ മിൽക്ക് കേക്ക്, കപ്പ് കേക്ക്സ്, പിന്നെ സാധാ 1 kg ഒരു വൈറ്റ് ഫോറസ്റ്റ്, അങ്ങനെ കുറച്ചധികം ഓർഡേഴ്സ് ഉള്ളൊരു ഡേ ആയിരുന്നു. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ 1/2 kg വെയിറ്റ് വരുന്ന മിൽക്ക് കേക്കിൻ്റെയും ഓർഡറായിരുന്നു നമുക്ക് ആദ്യം ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 6 മുട്ട എടുത്തിട്ടാണ് നമ്മൾ ഒരുമിച്ച് ബീറ്റ് ചെയ്തിട്ട് ഒരു ടൈമിൽ നമ്മൾ ബാറ്റർ ചെയ്തെടുക്കും. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, ടൈം ഇത്തിരി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മിൽക്ക് കേക്കിൻ്റെ സ്പഞ്ചെല്ലാം നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സ്പഞ്ചെല്ലാം ചെയ്തെടുത്തു. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും, സ്പഞ്ചെല്ലാം റെഡിയാക്കി എടുക്കും. പിന്നെ നമുക്ക് ആദ്യം ഡെലിവറി ചെയ്യാനുള്ളത് ഈ 2 കേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് വേഗം റെഡിയാക്കി എടുത്തതിന് ശേഷം ഐസിങ് തുടങ്ങിയാണ്. പിന്നെ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓയിലി പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലൊരു സ്കിന്ന് പോലെ ഉണ്ടാവും അതിൻ്റെ പുറമെ. അത് നോർമലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രൊഫഷണലി ബേക്കിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരുവിധം കേക്ക്സ് ഉണ്ടാക്കുന്നതിൽ ഇതേപോലെ ഒരു സ്കിന്ന് പോലെ ഉണ്ടാവും. അത് ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ക്രീം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഇവിടെ അസംബിൾ ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 kg വെയിറ്റ് വരുന്ന ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വൈകാതെ തന്നെ ഈ 2 കേക്കും നമുക്ക് എങ്ങനെ ഒരുമിച്ച് ബേക്ക് ചെയ്യാം എന്നുള്ള ടിപ്പും കാര്യങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം ഓർഡേഴ്സ് വന്നാൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്നും കൂടി ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് കേക്ക്സിൻ്റെ കൂടെ നമുക്ക് ജാർ കേക്കും ഓർഡർ ഉണ്ടായിരുന്നു. ഇത് കുൽഫി ജാർ കേക്കും അതുപോലെ തന്നെ ഓരിയോ ജാർ കേക്കും ആണുള്ളത്. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് 550 ആണ്. പിന്നെ മിൽക്ക് കേക്ക് 1 kgക്ക് 1000 ആണ് റേറ്റ് വരുന്നത്. അങ്ങനെ ആ കേക്ക്സ് എല്ലാം നമ്മൾ ഡെലിവറി ചെയ്തതിന് ശേഷം പിന്നീട് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 15 കപ്പ് കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ വാനില കപ്പ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. 5 വാനില കപ്പ് കേക്കും അതുപോലെ തന്നെ 10 ചോക്ലേറ്റ് കപ്പ് കേക്കുമാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ചോക്ലേറ്റ് റഫിളാണ്. അപ്പോൾ അത് ടോളായിട്ട് ചെയ്യുന്ന ഒരു ബേബി ഷോവറിൻ്റെ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 kgയുടെ കേക്ക് ടീനിലായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കപ്പ് കേക്ക്സും ഉണ്ട് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബേബി ഷോവറിനായിട്ട് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 5 കേക്ക് സിക്കിൾസും 5 കപ്പ് കേക്ക്സും പിന്നെ 1 kg വെയിറ്റ് വരുന്ന ടോളായിട്ടുള്ള ചോക്ലേറ്റ് റഫിളാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് സിക്കിൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു കേക്ക് സിക്കിൾ ഞാൻ കൈ വെച്ചിട്ട് ചെയ്തെടുത്ത കേക്ക് സിക്കിളാണ്, മോൾഡ് വെച്ചിട്ട് ചെയ്തെടുത്തതല്ല. കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്ന കേക്ക് സിക്കിൾസ് കാണാനായിട്ട് ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതേപോലെ കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ടാണ് കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗോൾഡൻ സ്പാർക്കിൾ എന്നാണ് തോന്നുന്നു ഇതിന് പറയുക. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ ബേക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ജസ്റ്റ് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാറ്. പക്ഷെ അന്ന് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസമാണ് പിന്നീട് കേക്ക് ഐസിങ് എല്ലാം ചെയ്തെടുത്തത്. ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ടാണ് പിന്നീട് ഐസിങ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് 5 വാനില കേക്ക്, 5 കപ്പ് കേക്ക്സ്, അതുപോലെ തന്നെ 1 kg വെയിറ്റ് വരുന്ന വാൻജോ കേക്ക് ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ വാൻജോ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. തലേ ദിവസം ഷുഗർ സിറപ്പും ചോക്ലേറ്റ് ഗനാഷും എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഈ വാഞ്ചോ കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. ആ സമയം കൊണ്ട് നമ്മുടെ വാഞ്ചോ കേക്ക് സെറ്റ് ആവുകയും ചെയ്യും. എന്നാൽ നമുക്ക് ചോക്ലേറ്റ് ട്രഫിൾ ക്രം കോട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ ബീറ്റ് ചെയ്ത സെയിം ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ, നന്നായിട്ട് ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഒരല്പം വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ആ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച് ഗനാഷ് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വേറൊരു ബൗളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ, അത് വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഈ കേക്ക് മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇതേപോലെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേക്ക്സിൻ്റെ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെയും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇനി നമുക്ക് വാഞ്ചോൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ കപ്പ് കേക്ക്സ് നമുക്കൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുതിയ ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ എഴുതിയെടുക്കുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ എടുക്കുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഇത്തിരി സിമ്പിളാണ്, കാരണം പാലറ്റ് നൈഫ് ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളർ തീം ഇതായിരുന്നു, ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഈ ഡിസൈൻ നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കുക. കേക്ക് സെറ്റ് ആവുന്നതിന് മുമ്പ് വേണം നമ്മൾ ഇതേപോലെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ ഷീറ്റോ സ്പാർക്കിൾ എന്നാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ പേര് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. ശേഷം നമ്മുടെ വാഞ്ചോ കേക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ മെഹന്തിക്ക് വരക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ, അതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക്സ് ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ റോസറ്റ് ഫ്ലവറിൻ്റെ നോസിലാണ് വെച്ചിട്ടുള്ളത്. 2D നോസിൽ വെച്ചിട്ടാണ് എല്ലാ കപ്പ് കേക്ക്സും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വാഞ്ചോ കേക്കും കപ്പ് കേക്ക്സും ഡെലിവറി ചെയ്തു. പിന്നെ നമ്മുടെ ബേബി ഷോവറിൻ്റെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ വന്നിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായി, കാരണം നമ്മൾ പുതിയൊരു ടൈപ്പ് പാക്കിംഗ് ബോക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഉണ്ടായത്. ഒത്തിരി ടൈം എടുത്ത് ഇത് എങ്ങനെയാണെന്ന് അറിയാതെ, പക്ഷേ ഓൾമോസ്റ്റ് ശരിയായി ഈ ഒരു പാക്കിങ്. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായി, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കേക്ക് ബോക്സ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല, അത്ര ഹൈറ്റ് ഇല്ല ഈ ഒരു കേക്ക് ബോക്സ് വന്നിട്ട്. അപ്പോൾ കേക്ക് ടോപ്പർ അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ബേബീനെ ഫോണ്ടൻ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത് മോൾഡ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു അതേപോലെ തന്നെ നമുക്ക് വേറൊരു കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. ഈ ഒരു കേക്കായിരുന്നു ആ ഒരു കേക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്ക് ഓർഡർ വിശേഷങ്ങൾ. ഇത്രയും കേക്ക്സാണ് അന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്